എന്തെങ്കിലും രോഗാനുബന്ധമായിട്ട് തലചുറ്റൽ അതുപോലെ മോഹാലസ്യം ഒക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയിൽ നാം ഈ നാൽപ്പാമര തോല് വടിയെ അരച്ചെടുത്ത് ആ രോഗിയുടെ ഹൃദയസ്ഥാനത്തും അതുപോലെ മുഖത്തും ശിരസിലുമെല്ലാം ലേപനം ചെയ്യുന്നതുകൊണ്ട് ഈ മോഹാലസ്യം അല്ലെങ്കിൽ തലചുറ്റൽ മാറി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായിട്ട് സാധിക്കുന്നു. നാൽപ്പാമരങ്ങളിലൊന്നായ അത്തിവൃക്ഷത്തിൽ നിന്നെടുക്കുന്ന അത്തിവൃക്ഷത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രമേഹഹര ഔഷധമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അത്തിയുടെ വേരിൽ നിന്ന് വേര് ചെത്തി അതിൽ കുടം വെച്ച് അത്തിവെള്ളം ശേഖരിച്ച് ഈ അത്തിവെള്ളം നിത്യേന സേവിക്കുന്നത് പ്രമേഹ രോഗത്തിൽ നിന്ന് വളരെയധികം മുക്തി നേടാൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ അത്തിവെള്ളം കൂടുതൽ ലഭിക്കുന്നതിന് പുഴമ്പള്ളത്ത് അല്ലെങ്കിൽ പുഴയോടടുത്തുള്ള അത്തിവൃക്ഷങ്ങളെ കണ്ട് അവിടെയുള്ള ആ വൃക്ഷങ്ങളുടെ വേര് ചെത്തി നല്ല മൺകുടത്തിൽ ഈ അത്തിവെള്ളം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അത്തിവെള്ളം ചേർത്ത് തന്നെ പ്രമേഹകരമായിട്ടുള്ള അനേകം ഔഷധയോഗങ്ങളും അതുപോലെ ഗുളികകൾ അല്ലെങ്കിൽ അത്തിവെള്ളം ഉപയോഗിച്ച് അരച്ച് ഗുളിക ഉരുട്ടി സേവിക്കുന്നതും ഈ പ്രമേഹത്തിൽ ഹിതമാവുന്നു. നാൽപ്പാമരം എന്ന് പറയുന്നത് സാമാന്യമായിട്ട് രക്തശുദ്ധിക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞൂടെ രക്തശുദ്ധിക്ക് വേണ്ടിയിട്ട് ചൊറി ചിരങ്ങ മുതലായത് ശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ദ്രവ്യങ്ങളാണ്. അതിട്ട് കഷായം ആയിട്ട് കഴിക്കണമെന്ന് തന്നെയില്ല, അതിട്ട് തിളപ്പിച്ച വെള്ളം മേലൊഴിച്ചാൽ തന്നെ മതി. ഗർഭിണികളെ ഈ പ്രസവിച്ച സ്ത്രീകളെയൊക്കെ തന്നെ ഈ നാൽപ്പാമരം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കാറുണ്ട്. അത് രക്തശുദ്ധിക്ക് കുട്ടിയുടെ നല്ല നിറം ഉണ്ടാകുന്നതിന് ഏറ്റവും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്. പ്രസിദ്ധമായിട്ടുള്ളത് നാൽപ്പാമരാതി നാൽപ്പാമരാതി തൈലം നാൽപ്പാമരാതി കുഴമ്പൊക്കെ തന്നെയാണ്. ഈ നാൽപ്പാമരാതിയുടെ അത് തേക്കിൽ കെടും ചൊറി കിലാസ പുരാണ കുഷ്ഠം അത് തേച്ചാൽ എല്ലാ തരത്തിലുള്ള ചൊറിയും ശമിക്കും. സ്ത്രീകൾക്കുണ്ടാവുന്ന വിവിധ രോഗങ്ങളിൽ നാൽപ്പാമരാതി ചൂർണം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങളിൽ ഉപയോഗിക്കുന്നതിന് പുറമെയാണിത്. ഗുഹ്യരോഗങ്ങളിൽ നാൽപ്പാമരപ്പൊടി വിതറുക തുടങ്ങിയ നിരവധി ചികിത്സാവിധികൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. രോഗാണുവിനെ നശിപ്പിക്കാനും തടയാനുമുള്ള നാൽപ്പാമരത്തിൻ്റെ കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളിൽ നിന്ന് രക്ഷ നേടാൻ നാൽപ്പാമരാതി ചൂർണം ഉപയോഗിക്കപ്പെടുന്നു. നാൽപ്പാമരാതി പോലുള്ള തൈലങ്ങളൊക്കെ തേച്ച് കുളിച്ചാൽ അത് ഗോയം. പക്ഷെ നാൽപ്പാമരാതിയിൽ അത് മാത്രമല്ലോ, അതിലിപ്പോൾ വളരെ കുറച്ച് ചെറിയ അംശമേ മഞ്ഞളുള്ളൂ. മറ്റ് വേറെ പല മരുന്നുകളുണ്ട്. ത്രിഫല, ചന്ദനം, ചീമക്കുട്ടം, ചുവള്ളിക്കുടി, കച്ചൂരിക്കിഴങ്ങ്, ഇതൊക്കെ അതിൽ പറയുന്നതാണ്. അതുകൊണ്ട് ഈ ചെറിയ ഒരു അംശം മഞ്ഞളുണ്ടെങ്കിലും അതിൻ്റെ ദോഷം അത്ര അധികം ശോഭിക്കില്ല. എന്നാലും നിവൃത്തിയില്ലാത്ത കേസിൽ മാത്രമേ ഞാൻ നാൽപ്പാമരാതി നിശ്ചയിക്കാറുള്ളൂ. ശക്തിയായുള്ള ചുറച്ചിലും ഒരു പുകച്ചിലും അങ്ങനെയൊക്കെ ഉള്ളതിൽ മാത്രമേ ഞാൻ നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ തൈലോ പറയാറുള്ളൂ. ഭാരതത്തിൽ എല്ലായിടത്തും വളരുന്ന ഒരു വൃക്ഷമാണ് വടവൃക്ഷമെന്നും പേരാലെന്നും അറിയപ്പെടുന്ന ആൽ. നാൽപ്പാമരങ്ങളിലെ ഒരു പ്രധാന ഇനമാണിത്. ആലിൻ്റെ തൊലി, പാൽ അഥവാ കറ, ഇല, ആൽമൊട്ട്, പഴം തുടങ്ങിയവയെല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ആലിൻ്റെ തൊലി കഷായ രൂപത്തിൽ ഛർദി, വയറിളക്കം, രക്താതിസാരം, ആർത്തവസ്രാവം, പ്രമേഹം, വെള്ളപ്പോക്ക് തുടങ്ങി നിരവധി അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പാൽ അഥവാ കറ വ്രണങ്ങൾ, ക്ഷതം, പ്രമേഹം, ശുക്ലക്ഷയം തുടങ്ങിയവയ്ക്കുള്ള മരുന്നായി ഉപയോഗിക്കാറുണ്ട്. ഇലയിട്ട് വെന്ത വെള്ളം ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. പേരാൽമൊട്ട് സൗന്ദര്യ സംരക്ഷണത്തിനും ഗർഭസ്ഥാപനത്തിനും നല്ലതാണ്. ഭാരതത്തിൽ പുണ്യവൃക്ഷങ്ങളുടെ ഗണത്തിലെ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് പേരാൽ.